ഹലോ എവ്രിവൺ, മുഫീദ, യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോഴ്സ്. ഈ വീഡിയോ കാണുന്ന ആളുകളും അതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള വ്യക്തികളുണ്ട്. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളും അതുപോലെ തന്നെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്ന ആളുകളും ലൈഫിൽ ഏത് സിറ്റുവേഷൻസും ഏത് ചലഞ്ചസ് വന്നു കഴിഞ്ഞാലും അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളുകയും അത് എന്റെ ലൈഫിന്റെ ഒരു പാർട്ടാണെന്ന് മനസ്സിലാക്കി എല്ലാത്തിനും അതിൻ്റെതായ കാരണമുണ്ട്, ഇതിലും എന്തോ ഹയർ എനിക്ക് വരാനുണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ, അതായത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള അതിലും പ്രശ്നങ്ങളിലും വളർച്ച കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കാം ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അവര് ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ ഒരിക്കലും പരാതി പറയുകയോ പരിഭവങ്ങൾ പറയുകയോ ഇല്ല. അതിൽ നിന്ന് എന്ത് പാഠമാണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത് എന്നിട്ട് അവർ മൂവ് ഓൺ ചെയ്യുകയാ ചെയ്യുക. അവരുടെ ലൈഫിൽ അവർക്ക് ഒരു സ്റ്റെക്നെസ്സോ അതല്ലാതെ തുടർന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസോ ഐഡിയാസ് ഒക്കെ സ്വമേധയാ എടുത്ത് അവർ മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. സെൽഫിനെ നോക്കി കാണുന്നതും ഫ്യൂച്ചറിനെ ആവേണ്ടതിനെ നോക്കി കാണുന്ന വ്യക്തികളായിരിക്കും ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. ഇപ്പോ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഇത് ഏതാണെന്ന് നിങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളിലേക്കാണ് നല്ല സാഹചര്യങ്ങളും നല്ല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുള്ളൂ. കാരണം അവരൊരിക്കലും ഫിക്സ്ഡ് ആയിട്ടുള്ളതല്ല. അതായത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നവരല്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മൂവ് ഓൺ ചെയ്യുന്നവരായിരിക്കും. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എനിക്ക് ആവശ്യം എന്നുള്ളത് പ്ലാനിങ്ങും ഐഡിയാസ് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെക്കാരും ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. അത്തരത്തിലുള്ള ആളുകളുടെ അവസ്ഥ ഇപ്പോൾ മോശമാണെങ്കിലും അവർ ഫ്യൂച്ചറിനെ നോക്കിക്കണ്ട് ആ രീതിയിൽ വളർച്ചയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. അതുപോലെ തന്നെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാല് ഇപ്പോൾ അവസ്ഥയെ കുറ്റം പറഞ്ഞും പരാതി പറഞ്ഞും അതിലുള്ള പോരായ്മകൾ എടുത്തു പറയുന്ന ആളുകളായിരിക്കും ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. അവര് മാറാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അന്വേഷണം നടത്തുകയോ എന്താണ് എന്റെ ആവശ്യം അത് സീക്ക് ചെയ്യുകയോ ചെയ്യാത്ത ആളുകളായിരിക്കും. കാരണം ഓൾറെഡി എന്റെ വിധി ഇതാണ്, എന്റെ സാഹചര്യം ഇതാണ് എന്ന് പറഞ്ഞ് ആ സാഹചര്യത്തിൽ പഴി ചാരിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളത്. അവരുടെ ലൈഫിൽ ഒരു മാറ്റം തുടർന്നുകൊണ്ടേ ഇരിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോ വർഷം കടന്നു പോകുന്നുണ്ട്, അതുപോലെ തന്നെ കലണ്ടർ മാറി മാറി വരുന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നില്ല, അല്ലെങ്കിൽ മാറ്റം വരുത്താനുള്ള സാധ്യതകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ സീക്ക് ചെയ്യുന്നില്ല, തിരഞ്ഞെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്ന് കരുത്. അതായത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണോ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണോ എന്ന് ഈ വീഡിയോ കാണുന്നതോട് കൂടി നിങ്ങൾക്ക് നിങ്ങളത് ക്ലിയർ ആവും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ എപ്പോഴും സാധ്യതകളെയാണ് അതിൽ കാണുക, അതായത് ഓപ്പർച്യൂണിറ്റീസ് ആണ് അതിൽ നിന്ന് കാണുക. എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ഇത് ഇന്ന കാരണം കൊണ്ട് വന്നു, ഇതിൽ ഞാൻ ഇന്നത് പഠിച്ച് മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു ഗ്രോത്ത് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്. അതുപോലെ തന്നെ ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഇപ്പോഴത്തെ അവസ്ഥയെ പഴിചാരിക്കൊണ്ട് അവർ ആ അവസ്ഥ ഇതാണ് എന്റെ വിധി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ഒരു ഡിസിഷൻ കൊടുക്കാതെ അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നവർ, അവർ ഗിവ് അപ്പ് ചെയ്യുന്നവരാണ്. മുന്നോട്ടൊരു പ്ലാനും ഇല്ലാതെ അത് ഗിവ് അപ്പ് ചെയ്ത് പിന്നെ അതായത് വ്യതിചലിക്കുന്നവരായിരിക്കും. ഒന്ന് തുടങ്ങി അത് സ്റ്റോപ്പ് ചെയ്തു, പിന്നെ വേറൊരു കാര്യം, അത് ബിസിനസ് ആയിക്കോട്ടെ, പ്ലാനിങ് ആയിക്കോട്ടെ, സ്റ്റഡീസ് ആയിക്കോട്ടെ, ഏരിയ ഒന്നും ചൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അതായത് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റാതെ, അതായത് സെലക്റ്റീവ് ചെയ്യാൻ ഒരു കാര്യം നമുക്ക് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. ആ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ ഉണ്ടാവുമ്പോൾ ഒരിക്കലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. അതിൽ നിന്ന് മാറി നമ്മളുടെ ചിന്തയിലൊക്കെ വ്യതിചലിപ്പിക്കുന്ന രീതിയിൽ എത്തി കഴിഞ്ഞാലാണ് നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഏതൊരാളുകൾക്കും നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ അവസ്ഥയെ പഴിചാരിഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതിന് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. ഇതിൽ നിന്ന് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. നമുക്ക് ലൈഫിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം, ലൈഫിൽ വിജയിക്കണം എന്നൊക്കെ നമ്മൾ ഒരു ആഗ്രഹം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ എന്റെ ലൈഫിലൊക്കെ എന്നാണോ നമ്മൾ ആഗ്രഹത്തിന് പിറകെ പോയത് അപ്പോഴാണ് അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള അനുഭവങ്ങളൊക്കെ നമ്മളെ അടുത്തേക്ക് വരിക. അതല്ലാതെ ഈ സാഹചര്യത്തെ കുറിച്ച് പഴിചാരുന്ന ഒരാളുകളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരുത്തൂല. അവര് ആ ഒരു പ്രശ്നത്തിന്റെ ഉള്ളിൽ നിന്നാണ് നോക്കിക്കാണുന്നത്. ഇപ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഉള്ളിലും ഇപ്പൊ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് ഇന്നൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അല്ലാതെ ഇതിൽ നിന്ന് ഒളിച്ചോടി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റൂല. ഇന്ന സാഹചര്യമാണ്, എനിക്ക് ഇത് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ട്
നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അതിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇതാണ് എന്റെ വിധി, ഇതിനപ്പുറം എനിക്ക് സാധിക്കൂല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും സാധിക്കുള്ളൂ, സക്സസ്ഫുൾ ആയ ലൈഫ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ലൈഫ് അത് ഇന്ന വ്യക്തികൾക്കുള്ളതാണ്, എനിക്കതൊന്നും യോജിച്ചിട്ടുള്ള. അപ്പൊ ഏതൊരാൾക്കും, അതായത് നമുക്കറിയാം ഇലോൺ മസ്കിനൊക്കെ കുറിച്ച്, അവരുടെ ഒന്നും സ്കില്ല് കൊണ്ട് അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അവരൊന്നും വിജയം അവരിൽ പതിപ്പിച്ചു വെച്ചിട്ടുള്ളതൊന്നുമല്ല. അവരൊക്കെ നേടിയെടുത്തിട്ടുള്ള വിജയം അവർ സ്വയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ഈ നിലയിൽ സക്സസ് ആയിട്ടുള്ള ആളുകളെ ഏതൊരാളുകളെ എടുത്ത് നോക്കിയാൽ മതി. നമ്മളെക്കാൾ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിട്ടുള്ള ആളുകളായിരുന്നു, അത് കുട്ടിക്കാലായിക്കോട്ടെ, ഇപ്പോ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരിക്കട്ടെ, അതൊക്കെ ഭയങ്കര സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളാണ്. അപ്പോഴാണ് ഒരാളും സഹായിക്കാനില്ല, അല്ലെങ്കിൽ എനിക്ക് വിജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് നമ്മളുള്ളിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ ഒരു വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ഷൻസ് എടുക്കുന്നുള്ളതാണ്. നമ്മൾ കംഫർട്ട് സോണിൽ ഇരുന്ന് പോയി കഴിഞ്ഞ് നമ്മളെ സഹായിക്കാനും ആളുകളുണ്ട്, ചുറ്റുള്ള ആളുകളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിൽ അത്ര ഗ്രോത്ത് ഒന്നും കാണപ്പെടൂല. കാരണം നമ്മൾ ഓൾറെഡി ഇന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്, ഇന്ന സാഹചര്യം ഓക്കെയാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാം ഓക്കെയാണ്, നമ്മളെ റിലേഷൻഷിപ്പ് അടിപൊളിയാണ്, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, എല്ലാ സാഹചര്യങ്ങളും അടിപൊളിയാണെങ്കിൽ നമ്മൾ ആ സാഹചര്യത്തിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അതാണ് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ ഓക്കെ. പക്ഷേ ഇതൊന്നും സാഹചര്യങ്ങളൊന്നും ശരിയല്ല, എനിക്ക് മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ, എനിക്ക്, നമ്മളിപ്പോ പറയാലോ, ഏതൊരു പ്രയാസത്തിന് മുന്നിലും ഒരു എളുപ്പമുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു പ്രയാസത്തിൽ കൊണ്ടുപോയി നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു ബ്ലെസ്സിങ് ഉണ്ട്. അതായത് അതിൽ നമ്മൾ ഉയർന്നെഴുന്നേൽക്കാൻ പറ്റും, അതായത് എഴുന്നേറ്റേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഉറച്ച വിശ്വാസം, നമുക്ക് എന്നെ കൊണ്ടും സാധിക്കും എന്നുള്ള ആ ഒരു നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡൊക്കെ നിർണ്ണയിക്കുന്നത്. അതായത് ലൈഫിൽ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് തീർന്നു, ഇനി അങ്ങോട്ട് മുന്നോട്ട് ലൈഫ് ഇല്ല, ആ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അതായിരിക്കും ലോകം തന്നെ, അതായിരിക്കും. അതായത് ഒന്ന് തീർന്നാ മതി എന്ന്, ഒന്ന് അവസാനം. ഇപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് 10ാം ക്ലാസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും. ചുറ്റുള്ള ആളുകളൊക്കെ കോംപ്ലിമെന്റ് ചെയ്യുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇന്ന രീതിയിൽ ഇങ്ങനെ ആവണം, കാരണം ഭയങ്കര ടെൻഷനും ഫിയറും എല്ലാതും കൂടി അടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടാവും 10ാം ക്ലാസ് എന്ന് പറയുന്നത്. ആ 10ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ +1 എത്തുമ്പോൾ നമുക്ക് 10ാം ക്ലാസിനെ കുറിച്ച് പറയുമ്പോൾ അതായത് 10ാം ക്ലാസ്, നമ്മള് 10ാം ക്ലാസ്സിലെ കുട്ടിയോട് നമ്മൾ +1 പറയും, അതൊക്കെ സിമ്പിൾ ആയിട്ട് ഇനി +1ക്ക് വാ, ഇവിടെയാണ് എന്നൊക്കെ. അതായത് നമ്മൾ ഏതാണോ ഫേസ് ചെയ്യുന്നത് അത് നമുക്ക് വലിയ ഇഷ്യൂസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ പ്രശ്നം അതുപോലെ തന്നെ ആയിരിക്കും, ആ പ്രശ്നമായിരിക്കും നമുക്ക് ജീവിതത്തിലെ അവസാന പ്രശ്നം, യാതൊരു ഉയർന്നെഴുന്നേൽപ്പും ഇല്ല എന്നൊക്കെ ആ സമയത്ത് നമുക്ക് തോന്നും. പക്ഷെ ആ സമയത്ത് അതൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും അതൊന്നും ഒന്നുമല്ല. ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മൾ കുറച്ച് ഇപ്പൊ നിൽക്കുന്ന ഈ പൊസിഷനിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നേ ഉള്ള കാലഘട്ടത്തില്, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ഇപ്പൊ എടുത്ത് നോക്കിയാൽ നമുക്ക് നമുക്ക് തന്നെ ചിരി വരും. അന്നൊക്കെ എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയിരുന്നത് എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ. കാരണം അന്ന് അതായിരിക്കും വലിയ പ്രശ്നം. ഇപ്പൊ കുട്ടികളെ കേസിലെടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരുന്നു, അവരുടെ ടോയ്സ് മറ്റൊരാൾ എടുക്കുന്നതും, അവര് പിച്ച്, അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അവർക്ക് വലിയ ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. അത് ഓരോ ഏജ് കാറ്റഗറിയിൽ എത്തുമ്പോൾ നമ്മളുടെ അനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഡിഫറെന്റ് ആക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൈഫിൽ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലാണ് അതിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സ് പിന്നെ പിന്നെ അതിനെ അത് നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മളെ മനസ്സ് പാകപ്പെട്ടുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും പറയും മാനസികമായി നമ്മൾ കുറച്ച് കരുത്ത് നേടിയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അതുവരെ ഞാൻ ഫേസ് ചെയ്തു, ഇനി എന്ത് ഫേസ് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നം എന്നുള്ള ചങ്കൂറ്റത്തോടെ നിൽക്കാൻ പറ്റുന്നത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് തരുന്ന ഒരു ധൈര്യമാണ്. ഇപ്പൊ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാള്, അതായത് നാലാള് മുന്നിൽ സംസാരിക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാള്, സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ പേടിയുള്ള ഒരാള് ആ ഒരു ആക്ഷൻ എടുത്ത് അതൊന്ന് ബ്രേക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് അതങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും, നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ ക്ലയൻസ് പറയുന്ന കാര്യമാണ്, അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ ഭൂമി വരെ താന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം മൈക്ക് കയ്യിൽ പിടിക്കാൻ അത്രയും ഫിയർ ഉള്ള കുറെ ആളുകളുണ്ട്. അപ്പോ അത് ഓരോ അവർക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറ്റപ്പെടുത്തലോ അവഹേളനോ ഒക്കെ ആയിരിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഉള്ളിലൊരു ഫിയർ എലമെന്റ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആക്ഷൻ എടുക്കുന്നതോട് കൂടി അവിടെ ഒരുപാട് കാര്യങ്ങളാണ് ഹീൽ ചെയ്തു പോകുന്നത്. പിന്നെ നമുക്കതൊരു ഫ്രീ ആയിട്ട് തോന്നും.
അത് അപ്പൊ എടുക്കുക എന്നുള്ളത്, നമ്മളൊരു ഭാരം ഇങ്ങനെ ഏറ്റി കൊണ്ടുപോകണം. ഇന്ന ഒരു ഫിയർ, ആ ഫിയർ എലമെന്റ് നമ്മളിങ്ങനെ നമ്മൾ ഒരു ആക്ഷൻ എടുക്കാതെ നമ്മളിങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആക്ഷൻ അവിടെ എടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യം. നമ്മൾ സ്വയത്തോടുള്ള യുദ്ധം എന്ന് പറയില്ലേ, അത് ജയിക്കലാണ് ഏറ്റവും വലിയ സക്സസ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഈ ജേണി അങ്ങനത്തെ, നമ്മളെ ലൈഫും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്വമേധയാ സെൽഫിനോടുള്ള ആ ഒരു യുദ്ധം, അതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാല് നമ്മൾ ലൈഫിൽ വിജയിച്ചു എന്നുള്ളതാണ്. ചുറ്റുമുള്ള ആളുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, അതുപോലെ കമ്പാരിസൺ, അതുപോലെ നമ്മൾ ഓരുമായി താരതമ്യം ചെയ്യുന്ന രീതി, അതൊക്കെ ഓരോരുത്തരുടെ ഓരോ രീതിയായിരിക്കും. പക്ഷേ നമ്മള് സ്വയത്തോട് നമ്മള് സ്വയം, അതായത് നമ്മളെ സെൽഫിനോട് നമ്മളെ യുദ്ധം നമ്മൾ വിജയിച്ചു കഴിഞ്ഞാല് ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഉള്ളിലുള്ള ഓരോ എലമെന്റ്സ്, ഇപ്പോ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആയിക്കോട്ടെ, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിക്കോട്ടെ, ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നിലനിൽക്കുന്ന ഒരാളുകൾക്ക് വളരണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം അവരെല്ലാത്തിനും ഒരു ഇത് ഇന്നതാണ്, അതായത് എല്ലാത്തിനും ഒരു സ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇട്ടിട്ടുണ്ടാവും. ഇത് സ്റ്റോപ്പ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇത് എന്നെ കൊണ്ട് പറ്റൂല, അത് ഇന്ന വ്യക്തികൾക്കുള്ളതാണ്. സക്സസ് എന്ന് പറഞ്ഞ ചില ആളുകൾക്ക് മുദ്ര കുത്തിയതാണ്, എന്റെ വിധി ഇതാണ് എന്നൊക്കെ പഴിചാരുന്നവരായിരിക്കും. അവർക്ക് അവരുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുത്താൻ പറ്റൂല. അവരെപ്പോഴും ഫിക്സ് ആയിട്ട് ഇരിക്കുന്നവരായിരിക്കും. മാറ്റങ്ങൾ ആഗ്രഹിക്കാത്തവരും, മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ലോ വൈബ്രേഷനിലായതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളോ അനുഭവങ്ങളോ നമ്മളെ അടുത്തേക്ക് വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു എപ്പോഴും ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നിൽക്കാതെ ഏതൊരു സാഹചര്യം വന്നാലും അതിൽ നിന്ന് ഹോപ്പ്, അതായത് എല്ലാത്തിലും ഒരു പ്രതീക്ഷ കണ്ടെത്താനും, എവറിത്തിങ് ഹാപ്പൻ ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്ന്, അതായത് നമ്മുടെ ലൈഫിൽ എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും അതൊരു ബ്ലെസ്ഡ് റീസണിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലൈഫിൽ ഓരോ കാര്യങ്ങളും നോക്കി കാണുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഓരോ, അതായത് എല്ലാത്തുനിന്നും ഓരോ ലെസൺസ് നമ്മൾ പഠിക്കും. ഇപ്പോ നമ്മളെ ലൈഫിൽ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾ, ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മള് ഓരോ ഏജ് കാറ്റഗറിയിൽ എത്തുമ്പോഴും നമ്മളെ ലൈഫിൽ ഓരോരുത്തർ വരും പോകും. അതുപോലെ അവരൊക്കെ ഓരോ അനുഭവങ്ങൾ തന്നവർ, അവരൊക്കെ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. ഇപ്പോ ഫ്രണ്ട്ഷിപ്പ്, അതായത് നമ്മള് ഫ്രണ്ട്ഷിപ്പിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു സമയത്ത് നമ്മള് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും, ഒരിക്കലും പിരിഞ്ഞു പോകൂല എന്ന് വിചാരിച്ച ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും. പിന്നെ ഓരോ ക്ലാസ് കഴിയും തോറും നമ്മള് ഓരോ ഫ്രണ്ട് സർക്കിൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ആ ഓരോ ക്ലാസ് കഴിഞ്ഞു വരുമ്പോഴും പിന്നെ ആ ബന്ധങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നോണ്ട് തന്നെ മുന്നേ ഉള്ള ആ ഒരു സർക്കിളിന്റെ ആ ബന്ധമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ആദ്യം ഭയങ്കര എന്ന് വിളിച്ചുകൊണ്ടിരുന്നവര് പിന്നെ ഇങ്ങനെ പതിയെ പതിയെ അതിനനുസരിച്ച് മാറിയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ, താഴെ തട്ടിൽ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മളെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മളെ ലൈഫിലെ ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ തന്ന്, ചില അറിവുകൾ തന്ന്, ചില സാഹചര്യങ്ങൾ തന്ന്, അതൊക്കെ തന്നിട്ട് അവർ തിരിച്ചു പോകുക, അതാണ് അവരുടെ ഡ്യൂട്ടി. അതുപോലെ തന്നെ നമ്മളെ ലൈഫിലും നമുക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഇവഞ്ച്വലി നമ്മൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഓരോന്നിൽ നിന്ന് നമ്മൾ ഓരോന്ന് പഠിക്കുകയാണ്. നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ചില സമയം നമുക്ക് പെട്ടെന്ന് ചിലർ പറയും ഇന്ന വീഡിയോ കണ്ടിട്ടാണ് ഞാൻ മാമിനെ കാണാൻ വന്നത്, യാതൊരു അറിവും അതിനെ കുറിച്ചില്ല, എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടത്, ഭയങ്കര സ്റ്റെക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയത്. ജസ്റ്റ് ഒരു വീഡിയോ, ആ വീഡിയോ ഇപ്പൊ എടുത്ത് നോക്കുമ്പോൾ ഒരു ഫീലും തോന്നുന്നില്ല, പക്ഷെ ആ ഒരു സമയത്ത് അങ്ങനെ തോന്നി, അതുകൊണ്ട് കണക്ട് ചെയ്ത് പിന്നെ അവരുടെ ലൈഫിൽ വലിയ വിജയങ്ങളും വലിയ ട്രാൻസ്ഫോർമേഷനൊക്കെ സംഭവിച്ച ഒരുപാട് സക്സസ് സ്റ്റോറീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫില് നമ്മൾക്ക് സക്സസ് ആവണം, അല്ലെങ്കിൽ ഇങ്ങനൊന്നും പോയാ പോരാ എന്നുള്ള ഒരു ചിന്ത വരാന് ഒരുപാട് കാരണങ്ങളും മുന്നിലുണ്ടാവാം. അതായത് നമ്മൾ ഏറ്റവും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്, നമുക്ക് ലൈഫിൽ ഒന്നുമല്ല ഞാന് എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ കിട്ടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരാൾ എന്നെ കേൾക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഒരുപാടുണ്ടാവും. ആ സമയത്ത് ഒരാൾ നമ്മളെ തലോടുകയും നമ്മളെ സഹായിക്കാൻ ഒരു കരങ്ങളോ അല്ലെങ്കിൽ ഒരു ചിരിയോ ഒരു സമാധാന വാക്കുകളോ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ വലിയ ഹയറാണ് നമുക്കത്. അപ്പൊ അത് അങ്ങനെ കണക്ട് ചെയ്ത് ആ ഒരു വീഡിയോ ആയിക്കോട്ടെ, ഒരു പിക്ചർ ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ലൈഫിൽ ഓരോ ലെസൺസ് തന്നിട്ട് അത് അവിടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ലൈഫിലുള്ള ഓരോ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെങ്കിലും കറന്റ് സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ പരാതി പറയുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾക്ക് ഫ്യൂച്ചറിലൊക്കെ എന്താണോ വേണ്ടത്, നമ്മൾക്ക് എന്താണോ നമ്മളെ പാഷൻ, സ്വയത്തെ കണ്ടെത്തി കഴിഞ്ഞ് നമ്മൾക്ക് അതില് വർക്ക് ചെയ്ത് നമ്മൾ, അതായത്
എല്ലാം പറയും. ഇപ്പൊ ഈ ലോകത്തുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും അനുഭവങ്ങളും എല്ലാം നേടിയെടുത്ത്, ഞാൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി, റിലേഷൻഷിപ്പ് അടിപൊളിയാണ്, എല്ലാം സെറ്റപ്പ് ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അങ്ങനത്തെ ആളുകളൊന്ന് ആലോചിച്ച് നോക്കുക. ആത്മാവുമായി തൊട്ടറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ ലൈഫിൽ ഒരു നമുക്ക് എല്ലാം കിട്ടിയിട്ട് ചില ആളുകളൊക്കെ ഒരു പൊസിഷൻ എത്തുമ്പോഴാണ് അത് തിരിച്ചറിയുക. എല്ലാം ഓക്കെ ആയി, എല്ലാം കിട്ടി, പക്ഷെ എന്തോ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ എന്തിലോ ഒരു പ്രശ്നമുണ്ട്, എന്തിലോ ഒന്ന് ഫോക്കസ് കിട്ടുന്നില്ല എന്നുള്ള. അപ്പോ സത്യം പറഞ്ഞാല് അവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ചിലപ്പെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ആ അഭിനയിക്കുന്ന ആ ലൈഫിൽ നിന്ന് സ്വയത്തായി കണക്ട് ചെയ്തിട്ട് നമ്മളെ ഇന്നർ സെൽഫിൽ നിന്നുള്ള ഗൈഡൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മള് ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണ് ആദ്യം മാറ്റുന്നത്. നമുക്കറിയാം നമ്മളെ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള കാര്യം. അതായത് വളരണം എന്നുള്ള ഒരു സാധ്യതകളും ഓപ്പർച്യൂണിറ്റീസും ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സ്, വിശാലമായ ഒരു മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. ചുരുങ്ങിയ മനസ്സിലോണ്ട് ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇപ്പോഴത്തെ അവസ്ഥ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയ കാര്യങ്ങളും അതുപോലെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വേണം. അതുപോലെ ലൈഫിൽ ഇതുപോലെ ഒന്നും പോയാൽ പോരാ, ലൈഫിന്റെ ഏതൊരു കാറ്റഗറിയിലും. അപ്പോ ഹെൽത്തിന്റെ കേസിൽ ഇപ്പോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഏതെങ്കിലും ലൈഫിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ, അത് റിലേഷൻഷിപ്പിലാവാം, ഹെൽത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങളെ കോൺഫിഡൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിലാവാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവാം, ഫോക്കസ് കിട്ടാത്ത കാര്യങ്ങളാവാം, അല്ലെങ്കിൽ എന്തോ ഒന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാവാം. അങ്ങനെ ഏത് ഏരിയയിൽ ഇപ്പൊ ഒരു ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ചിന്തകളെ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മളെ ആ ഒരു മാറ്റം വരുത്തേണ്ട ലൈഫ് എന്താണോ നമുക്ക് വേണ്ടത് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ബേസിക് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ആവാം. അതുപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സെഷനും കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കാൻ, ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ടൈമാണിത്. 2025 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ സമയത്ത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം, അല്ലെങ്കിൽ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബേസിക് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.